1818 മേരി ഷെല്ലി എന്ന് പറഞ്ഞൊരു ഓതർ എഴുതിയിട്ടുള്ള ഒരു ഹൊറർ തീംഡ് നോവലാണ് ഫ്രാങ്കൻസ്റ്റൈൻ. ഒരുപക്ഷെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, കാരണം അത്രത്തോളം വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള ഒരു നോവലാണിത്. ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് അഡാപ്റ്റേഷൻസ്, മൂവീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മൂവിയുടെ ഇതിവൃത്തം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഈ ഡെത്ത് എന്നുള്ളതിനെ കീഴ്പ്പെടുത്തണം എന്ന് ഒരു ലക്ഷ്യത്തോടു കൂടി മരണമില്ലാത്ത ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു തിങ്ങിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിച്ച ആൾക്കാരുടെ ബോഡി പാർട്സ്, ഡെഡ് ബോഡി പാർട്സ് ഒക്കെ എടുത്തിട്ടാണ് അങ്ങനെ ഒരു തിങ്ങിനെ അയാൾ ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അതിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു, അങ്ങനെ അതിനെ ജീവിപ്പിക്കുന്നു. അപ്പോൾ അതിനുശേഷം ആ ക്രിയേറ്റർ ഫേസ് ചെയ്യുന്നതും ആ മോൺസ്റ്റർ അല്ലെങ്കിൽ ആ തിങ് ഫേസ് ചെയ്യുന്നതും ബേസ് ചെയ്തിട്ടാണ് കഥ പോകുന്നത്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് ഈ പടം ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗില്ലർമോ ഡെൽ ടോറോ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഇത് ഡയറക്റ്റും ചെയ്തിട്ടുള്ളത്, വിത്ത് ഓസ്കർ ഐസക് ഒക്കെ അറ്റ് ഹെൽപ്പ് ആസ് ദി മേജർ ആക്ടർ. നെറ്റ്ഫ്ലിക്സിൻ്റെ പടം ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ഇൻക്ലൂസിവിറ്റി കുത്തിക്കയറ്റി നശിപ്പിച്ചിട്ടുണ്ടാവും എന്നറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ന്യൂ വേർഷൻ എന്നുള്ള രീതിയിൽ കാണാനും ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഐ ഡിസൈഡ് ടു ഗിവ് ഇറ്റ് എ ഗോ. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ഫ്രാങ്കൻസ്റ്റൈൻ. രണ്ടര മണിക്കൂറാണ് ഈ പടത്തിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ 2.5 മണിക്കൂർ നമുക്ക് ഏകദേശം അറിയാവുന്ന ഒരു സ്റ്റോറി ആളുടെ ഒരു വേർഷനിൽ നമ്മുടെ അടുത്തേക്ക് കാണിക്കുകയാണ്. അപ്പോൾ ഒരു പീരിയോഡിക് ഡ്രാമ അല്ലെങ്കിൽ 1800 കാലഘട്ടം ഒക്കെയാണ് അവർ കാണിക്കുന്നത്. ആ ഒരു ഡ്യൂറേഷൻ നല്ല എൻഗേജിങ് ആയിട്ട് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളത് ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല. അതിൽ നല്ലപോലെ ഈ പടത്തിൻ്റെ ഡയറക്ടർ വിജയിച്ചിട്ടുണ്ട്. കാരണം ഈ 2.5 മണിക്കൂർ ഒരിക്കൽ പോലും ഒരു ലാഗ് തോന്നിയിട്ടില്ല. അതുവരെ പെർഫോമൻസ് കൊണ്ടായിരിക്കാം, സ്ക്രീൻ പ്ലേ കൊണ്ടായിരിക്കാം, വിഷ്വൽസ് കൊണ്ടായിരിക്കാം. അപ്പോൾ വിഷ്വൽസൊക്കെ അടിപൊളി എന്ന് വെച്ചാൽ അത്ര പക്കയായിട്ട് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡയലോഗ്സ് ആണെങ്കിലും അടിപൊളിയായിട്ടായിരുന്നു. ആക്ടിങ് പിന്നെ പറയേണ്ടല്ലോ, ഓസ്കർ ഐസക് ഒക്കെയാണ്, പിന്നെ ജേക്കബ് എലോർദി എന്ന് പറഞ്ഞ ആളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ ആ തിങ് ആണെങ്കിലും ഫ്രാങ്കൻസ്റ്റൈൻ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട്, നമുക്കിങ്ങനെ വീണ്ടും കാണാനിങ്ങനെ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഐ വുഡ് സേ ദിസ് ഈസ് എ മസ്റ്റ് വാച്ച് എന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം നെറ്റ്ഫ്ലിക്സിൻ്റെതായ ഇൻക്ലൂസിവിറ്റി ഒന്നും ഇതിൽ കുത്തിക്കയറിയിട്ടില്ല, അങ്ങനെ ഒന്നും ഫോഴ്സ്ഡ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഒരു നോർമൽ ഒരു ക്ലാസിക് കണ്ട ഒരു ഫീലാണ് പടം കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നത്. സോ ഐ വുഡ് സേ ദിസ് ഈസ് എ മസ്റ്റ് വാച്ച്. ഗോ ഫോർ ഇറ്റ്, ഇറ്റ്സ് ദാറ്റ് ഗുഡ്.